പീരീഡ്സിന് തൊട്ട് മുമ്പ് ഒരു ഹോർമോൺസ്, പീരീഡ്സ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ പെർട്ടിക്കുലർ ഹോർമോൺസ്, അത് കഴിഞ്ഞാൽ വേറെ ഹോർമോൺസ്, ഇങ്ങനെ അത് കഴിഞ്ഞ് നമുക്കൊരു പ്രഗ്നൻസി വരുമ്പോൾ വേറെ, ഡെലിവറി കഴിഞ്ഞാൽ വേറെ. അപ്പം ഇതൊക്കെ ഒരു ഹോർമോൺസിലാണ് നമ്മൾ ഒരു സ്ത്രീ നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. കെമിക്കൽ ലാബ്. ഒരു 90% ആളുകളും ദേഷ്യപ്പെടുന്ന ആൾ ഹാപ്പി അല്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അവര് അതിലൂടെ അല്ലെ, ദേഷ്യം എന്നുള്ളത് ഒരു ഹാപ്പി മൂഡല്ല എന്തായാലും. ആങ്കർ ആണെങ്കിലും അതുകൊണ്ട് വരുന്നതാണോ? ആങ്കറും അത് തന്നെയാണ് വരുന്നത്. പെർട്ടിക്കുലർലി ഈ സമയത്ത് വരുന്ന ആങ്കർ, ഈ ദേഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വരുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ച് അവരെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തത് അവരുടെ ആങ്കറാണ്. എപ്പോഴവരങ്ങനെ ചൂടായിട്ട് പെരുമാറുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണോ? സ്ത്രീകളാണോ കൂടുതൽ ആങ്കറായിട്ട് തോന്നിയിട്ടുള്ളത്? മിനിമം ഒരു 25 ഏജിൽ നമ്മൾ എക്സസൈസിലേക്ക് മാറണം. നമ്മുടെ ഡെയിലി റൂട്ടീനിൽ യോഗ ഉൾപ്പെടുത്തിയാൽ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ യോഗയൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്ത്രീകളാണ്. അപ്പം സ്ത്രീകൾക്ക് പൊതുവേ അവരുടെ സൗന്ദര്യ സങ്കല്പത്തോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉള്ളത്, അതായത് അവരുടെ സൗന്ദര്യം ഇങ്ങനെ വേണമെന്നാണ് അവർക്ക് കൂടുതൽ ആഗ്രഹങ്ങളുള്ളത്. അപ്പം അവരാണ് കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. അപ്പം സ്ത്രീകൾക്ക് പൊതുവെ വരുന്ന കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. ഈ ഉള്ള അസുഖങ്ങളൊക്കെ മാറ്റാൻ നമുക്ക് യോഗ കൊണ്ട് മാറ്റാൻ കഴിയുമോ? PCOD, PCOS അങ്ങനെ കുറേ അസുഖങ്ങളില്ല, അതെല്ലാം മാറ്റാൻ കഴിയുമോ? ഈ പറഞ്ഞത് വളരെ ശരിയാണ്. സ്ത്രീകൾക്ക് മാത്രം സ്ത്രീ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം. അതുപോലെ പുരുഷന്മാർക്ക് മാത്രം വരുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന അസുഖങ്ങളുടെ എണ്ണം കൂടുകയാണ്. ഓരോ പ്രാവശ്യം ഓരോ വർഷം കൂടി വരികയാണ്. നമ്മുടെ മെഡിക്കൽ സയൻസിൽ തന്നെ പണ്ട് പ്രീ മെൻസ്ട്രൽ സിൻഡ്രം എന്നുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രീ മെൻസ്ട്രൽ സിൻഡ്രം എന്നുള്ള ഒരു രോഗവിഭാഗം തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതായത് നമുക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഒരുപാട് സിംറ്റംസ്, സൈൻസ് ആൻഡ് സിംറ്റംസ്, അതായത് നമുക്ക് ഫിസിക്കലി ഉണ്ടാവുന്നത്, മെൻ്റലി ഉണ്ടാവുന്നത്, അതായത് സ്ത്രീകൾ ഒരുപാട് സ്ട്രെസ്സാവും. അത്ര നേരം വളരെ നോർമലായി പോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ ഈ പീരീഡ്സിന് തൊട്ട് മുമ്പ് ഒരുപാട് ഇമോഷണൽ ചേഞ്ചസിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ഒരുപാട് കളിയാക്കലൊക്കെ വരുന്നുണ്ട്. ഇപ്പം മൂഡ് സ്വിങ്സ് അങ്ങനെ പല പല പേരുകളായി. ഡിപ്രഷൻ ആണ്, മൂഡ് സ്വിങ്സ് ആണ്, അങ്ങനെ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരിക്കലും അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം, ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്ട്രോങ് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഒരുപാട് കഴിവ്, അതിന് എന്താ പറയുക, വീര്യം എന്ന് പറയുന്നത്, ഒരുപാട് വീര്യമുള്ള വസ്തുക്കളാണ് ഈ ഹോർമോൺസ്. അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഈ ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ചേഞ്ചസ് അല്ല അതിന് സംഭവിക്കുന്നത്. പീരീഡ്സിന് തൊട്ട് മുമ്പ് ഒരു ഹോർമോൺസ്, പീരീഡ്സ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ പെർട്ടിക്കുലർ ഹോർമോൺസ്, അത് കഴിഞ്ഞാൽ വേറെ ഹോർമോൺസ്, ഇങ്ങനെ അത് കഴിഞ്ഞ് നമുക്കൊരു പ്രഗ്നൻസി വരുമ്പോൾ വേറെ, ഡെലിവറി കഴിഞ്ഞാൽ വേറെ. അപ്പം ഇതൊക്കെ ഒരു ഹോർമോൺസിലാണ് നമ്മൾ ഒരു സ്ത്രീ നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. കെമിക്കൽ ലാബ്. അതിൻ്റെ ഒരു പരീക്ഷണം ചിലപ്പോൾ നടക്കാറുണ്ട്. അപ്പോൾ മുമ്പൊക്കെ അതിനെക്കുറിച്ച് അൺഅവെയർ ആയിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ സ്ത്രീകൾക്ക് സമയമില്ല. ഇപ്പം നമുക്ക് സമയമുണ്ട്, അതിനെക്കുറിച്ച് അവെയറാണ്, അതിനെക്കുറിച്ച് അറിവുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്കല്ല എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് അറിവ് വേണ്ട, അവരെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കാണ് അതിനെക്കുറിച്ചുള്ള അറിവ് വേണ്ടത്. അവരാണ് കൂടുതൽ ഇത് അനുഭവിക്കുന്നത്. അവർ മാത്രമല്ല, ഈ സ്ത്രീയും കൂടി അനുഭവിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഇപ്പോൾ ഒരു ഇമോഷണൽ ചേഞ്ചസിലൂടെ കടന്നു പോകുന്നു പറയുമ്പോൾ ഇപ്പം നമ്മൾ ദേഷ്യപ്പെടുന്നു, ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ അത് കേൾക്കുന്ന ആൾ ഓഫ് കോഴ്സ് എഫക്റ്റഡ് ആണ്. പക്ഷെ ദേഷ്യപ്പെടുന്ന ആളും ഇത്ര ഹാപ്പി ആണോ? ഒരു 90% ആളുകളും ദേഷ്യപ്പെടുന്ന ആൾ ഹാപ്പി അല്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അവര് അതിലൂടെ അല്ലെ, ദേഷ്യം എന്നുള്ളത് ഒരു ഹാപ്പി മൂഡല്ല എന്തായാലും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ ആൾ പോയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ചുറ്റുപാടുള്ളവർ മാത്രമല്ല അനുഭവിക്കുന്നത്, ആ സ്ത്രീ കൂടി അത് അനുഭവിക്കേണ്ട, ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ യോഗയിലൂടെ എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് എക്സസൈസ് ആയിക്കോട്ടെ, പെർട്ടിക്കുലർലി യോഗ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം വരുന്നുണ്ട്, അതുപോലെ മെഡിറ്റേഷൻ വരുന്നുണ്ട്. അത് നമ്മളെ മനസ്സിനെ കൂടി നിയന്ത്രിക്കാനുള്ള ഒരു പവർ അതിൽ വരുന്നുണ്ട്. മാത്രമല്ല യോഗാസനാസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഹോർമോൺസ് സെക്രീറ്റ് ആവുന്നുണ്ട്. നമ്മുടെ സ്ട്രെസ് ആയാലും ഹാപ്പിനെസ് ആയാലും ഇതെല്ലാം നിയന്ത്രിക്കുന്ന നമ്മളല്ല, ആക്ച്വലി നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസാണ്. ആ ഹോർമോൺസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഈ ആങ്കർ ആണെങ്കിലും അതുകൊണ്ട് വരുന്നതാണോ? ആങ്കറും അത് തന്നെയാണ് വരുന്നത്. പെർട്ടിക്കുലർലി ഈ സമയത്ത് വരുന്ന ആങ്കർ, ഈ ദേഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മൂവ്മെൻറ്റ്സ്, ബോഡി മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ സ്ട്രെസ് ഹോർമോൺ ഇല്ലാതാക്കാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ കാഠിന്യം, അതിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ചിട്ട് നമുക്ക് ഒന്ന് കൺട്രോളബിൾ ആക്കാൻ പറ്റും.
നമ്മളിൽ തന്നെ അത് ഒതുങ്ങിപ്പോവും, പുറത്തേക്ക് അത് ബേസ്റ്റ് ആവാതെ ഒന്ന് കൺട്രോൾ നമ്മളുടെ ഫാമിലി ലൈഫ് ആയാലും ഒഫീഷ്യൽ ലൈഫ് ആയാലും ഒക്കെ നല്ലൊരു മാനേജബിൾ ആയിട്ട് നമ്മൾ ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തത് അവരുടെ ആങ്കറാണ്. എപ്പോഴും അവരങ്ങനെ ചൂടായിട്ട് പെരുമാറുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ചെന്ന് സംസാരിക്കാൻ പോകുമ്പോഴായിരിക്കും അവരുടെ ആങ്കർ കാരണം നമ്മുടെ അന്നത്തെ ദിവസം തന്നെ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ യോഗ കൊണ്ട് കഴിയും. അങ്ങനെയാണോ? സ്ത്രീകളാണോ കൂടുതൽ ആങ്കർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? അല്ല, നമ്മൾ ചില സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് സ്ത്രീകളെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എപ്പോഴാണ് അവരുടെ ആങ്കർ പുറത്തേക്ക് വരുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് മേ ബി അത് ഈ ഒരു പീരീഡ്സ് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നത്. അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ആങ്കറിൻ്റെ കാര്യത്തിൽ ഓക്കെ സെൻസിറ്റിവിറ്റി കൂടുതൽ സ്ത്രീകൾക്ക് തന്നെയാണ്. ഇമോഷണൽ ചേഞ്ചസ് അതും എനിക്ക് തോന്നുന്നു ഈ ഹോർമോൺസിൻ്റെ ഒരു വ്യത്യാസം. ഈ സെയിം ഹോർമോൺ മേ ബി പുരുഷനുണ്ടെങ്കിൽ ആ പുരുഷനും മേ ബി അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അത് എന്തായാലും ഉണ്ട്. പക്ഷെ ആങ്കറിൻ്റെ കാര്യം അങ്ങനെ എടുത്തു പറയാൻ സ്ത്രീകൾക്ക് മാത്രമെന്ന് പറയാൻ പറ്റില്ല. മേ ബി ഈ സമയത്ത് ഓഫ് കോഴ്സ് ഇപ്പോൾ അതുകൊണ്ടാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രം എന്ന് പറഞ്ഞൊരു കാറ്റഗറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മെഡിസിൻസ് പോലും കഴിക്കേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്. അത് കൺട്രോൾ അല്ലാത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഒഫീഷ്യൽ ലൈഫിനെ ഫാമിലി ലൈഫിനെ അത് ബാധിക്കുമ്പോൾ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം അല്ലേ. ഏതാ സുഖവും നമ്മൾ വെച്ച് ഇത് നാളെ മാറും അങ്ങനെ ഒരിക്കലും പാടില്ല. ഇപ്പോൾ യോഗ കൊണ്ട് മാറുമെന്ന് വിചാരിച്ച് നമുക്കത് ട്രൈ ചെയ്യാം. ചിലവർക്ക് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നാൽ തീർച്ചയായും മെഡിസിൻസ് തന്നെ എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഈ ഒരു കാര്യത്തിൽ തന്നെയാണെങ്കിലും ഏതെല്ലാം യോഗ സിറ്റിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ നമുക്ക് കുറയ്ക്കാൻ കഴിയും? നമുക്കറിയാം സ്ട്രെസ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ തന്നെ മെഡിറ്റേഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് ചാടിപ്പിടിക്കുന്ന ഒരു പ്രവണത ആണ് ഇന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഓക്കെ മെഡിറ്റേഷൻ നല്ല തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റേജിലൂടെ നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ്സിന് വളരെ പ്രാധാന്യമുണ്ട് ഈ സ്ട്രെസ് കൺട്രോളിൽ. അത് ഒരു സ്ട്രെസ് ഹോർമോണിൻ്റെ തോത് കുറച്ച് ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ കാംനെസ്സിനെ നമ്മളെ നയിക്കുന്ന നമ്മളെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും അല്ലേ. നമ്മളെ ശരീരത്തിൽ 2 തരത്തിലുള്ള നെർവസ് സിസ്റ്റം ഉണ്ട്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മുടെ ആങ്സൈറ്റി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പട്ടി നമ്മളെ കടിക്കാൻ വരുന്നു, അപ്പൊ നമ്മൾ അവിടെ നിൽക്കുകയാണോ ചെയ്യാ? ചിലപ്പോ ഓടും, ചിലപ്പോ മരത്തിന് അല്ലെ മരത്തിൽ കയറിയ നമുക്ക് അങ്ങനെ ചെയ്യണം. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ ആ സന്ദർഭങ്ങളിലൊക്കെ ആണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുക. അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. പക്ഷെ അത് കൂടുതൽ അതിൻ്റെ ലെവൽ കൂടുമ്പോൾ നമുക്ക് ഈ ആങ്സൈറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നത് നമ്മളെ മനസ്സ് വളരെ കാമാവുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കാംനെസ്സിലേക്ക് നയിക്കാൻ ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആയാൽ നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മളുടെ ഈ യോഗ മൂവ്മെൻറ്റ്സ് അതുപോലെ പ്രാണായാമം മെഡിറ്റേഷൻ ഇതെല്ലാം നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ നമുക്ക് ഈ പ്രശ്നങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ മാനസികമായിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. മാനസികമായി മാത്രമല്ല യോഗാസന ചെയ്യുമ്പോൾ നമുക്ക് ബോഡി മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഓവറി യൂട്രസ് ഇതെല്ലാം ലോവർ അബ്ഡോമൻ നമ്മുടെ അടിവയറിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിവയറിന് മൂവ്മെൻറ്റ് കൊടുക്കുന്ന ഏത് മൂവ്മെൻറ്റ്സും നമുക്ക് സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഏത് രോഗങ്ങൾക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ശരിക്കും ഓവറി യൂട്രസും നമ്മുടെ അബ്ഡോമനിലാണ്. അബ്ഡോമൻ മൂവ്മെൻറ്റ്സ് കൊടുത്താലാണ് കൂടുതൽ ബെനിഫിറ്റ്. അങ്ങനെയല്ല, നമ്മളെ ഈ സ്ത്രീ ഹോർമോൺസിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഹെഡ് ചീഫ് ഇവിടെ അല്ല, ചീഫ് കിടക്കുന്നത് ബ്രെയിനിലാണ്. നമ്മുടെ ഹോർമോൺസിൻ്റെ ചീഫ് നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉള്ളത് ബ്രെയിനിലാണ്. അപ്പോൾ നമുക്ക് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനും കൂടി നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതായത് ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കൂട്ടുക, ആ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ കുനിഞ്ഞു നിന്നിട്ടുള്ള ഡൗൺവേർഡ് ഹെഡായിട്ടുള്ള പൊസിഷൻസൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈ പീരീഡ്സ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഈ ഹോർമോൺസ് റിലേറ്റഡ് എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് PCOD ഇതിനെല്ലാം കംപ്ലീറ്റ് ഇപ്പോൾ അതിന് ഓരോന്നിനും ഓരോ സ്റ്റേജ് ഉണ്ട് അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ സൈസ് ഉണ്ട്. അത് നമുക്ക് അതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പരിധി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കേണ്ടി അല്ലെങ്കിൽ സർജറി വേണ്ടി വരും. അത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതല്ല, നമുക്കതിനൊരു പ്രിവെൻഷൻ. ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ PCOD കാണാം അല്ലെങ്കിൽ ഫൈബ്രോയിഡ് കാണാം അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് കളയുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എങ്ങനെ അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? അപ്പോൾ ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്നുള്ള രീതിയിൽ തീർച്ചയായും ഏർലി ഏജിൽ ഒരു മിനിമം ഒരു 25 ഏജിൽ നമ്മൾ എക്സസൈസിലേക്ക് മാറണം. നമ്മുടെ ഡെയിലി റൂട്ടീനിൽ യോഗ ഉൾപ്പെടുത്തിയാൽ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന ഏതെല്ലാം ആസനാസാണ് ഉള്ളത്? എനിക്ക് തോന്നുന്നത് സൂര്യ നമസ്കാരം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. സൂര്യ നമസ്കാരം നമുക്ക് എല്ലാ ജോയിൻസിനും മൂവ്മെൻറ്റ് തരുന്നു. ഇതുപോലെ ഡൗൺവേർഡ് ഹെഡ് വരുന്നുണ്ട്, അബ്ഡോമിനൽ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു സമയമില്ല, കുറേ മൂവ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ സമയമില്ലാത്തവർ സൺ സല്യൂട്ടേഷൻ എന്ന് പറയുന്ന സൂര്യ നമസ്കാരം സെലക്ട് ചെയ്യാം.
അതുപോലെ പവൻ മുക്താസനം, ഭുജംഗാസനം, നേരത്തെ നമ്മൾ പറഞ്ഞ ഭുജംഗാസനം, ഇതെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും.